നമുക്ക് അവിടുന്ന് ലോക്കൽ പോലീസ് നൽകുന്ന വിവരമാണുള്ളത്. പിന്നെ ഈ കുട്ടിയെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവിടെ പ്രാഥമികമായിട്ടുള്ള ചികിത്സ വർക്കല SN മിഷൻ ഹോസ്പിറ്റലിൽ കൊടുത്തിരുന്നു. പക്ഷെ അവിടെ വെച്ച് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടെന്നാണ് പ്രാഥമികമായിട്ട് ഹോസ്പിറ്റൽ വൃത്തങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. വളരെ ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇത്. നമ്മൾ പലപ്പോഴും പറയുന്നതാണ്, ട്രെയിനുകളുടെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ സംസാരിക്കുന്നതാണ്. വളരെ ഒരു ചെറിയ കുട്ടി, 19 വയസ്സ് മാത്രമേ ഉള്ള ഒരു കുട്ടിയുടെ കാര്യമാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യമാണ്. റെയിൽവേ പോലീസ് ഇക്കാര്യത്തില് അവരുടെ ഭാഗത്തുനിന്ന് അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഒരു സംഭവം ഉണ്ടാവും, കുറച്ചു ദിവസം അവർ അലർട്ടാവും, അത് കഴിയുമ്പോൾ വീണ്ടും ഇവർ ലൂസാവും. അതങ്ങനെ ഒരു വൈകുന്നേരം കഴിഞ്ഞാൽ ട്രെയിനുകളിൽ അതീവ ശ്രദ്ധ ഉണ്ടാകണം റെയിൽവേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം. റെയിൽവേ അധികാരികൾ ഇക്കാര്യത്തിൽ മൗനം വെടിഞ്ഞ് കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് തയ്യാറാകണം. തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ, അങ്ങേയറ്റം പോയാൽ ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. താങ്കൾക്ക് ലഭിച്ച വിവരം പ്രകാരം ഈ കുട്ടി ലേഡീസ് കമ്പാർട്ട്മെന്റിലായിരുന്നോ അതോ ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നോ യാത്ര ചെയ്തിരുന്നത്? അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലോക്കൽ പോലീസിന്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിരുന്നോ? കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു ഈ സംഭവം. 2 കുട്ടികളെ ആണ് ഒരുമിച്ച് ചവിട്ടുന്നത്. അതിൽ ഒരു കുട്ടി തെറിച്ച് പുറത്തേക്ക് വീഴുന്നു, ഒരു കുട്ടി അതിനകത്ത് തന്നെ വീഴുന്നു എന്നാണ് കിട്ടിയ വിവരം. എന്തായിരുന്നാലും അതിനകത്ത് ജനറൽ കമ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇയാളെ എല്ലാവരും കൂടി ചേർന്ന് ബലം പ്രയോഗിച്ച് അയാളെ അമർത്തി നിർത്താൻ വേണ്ടിയിട്ട് പറ്റി. പിന്നെ റെയിൽവേ പോലീസിനെ കൈമാറി ഇപ്പോ ട്രിവാൻഡ്രത്തേക്ക് റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുള്ളതായിട്ടാണ് വിവരം. ഈ കുട്ടിയുടെ ആരോഗ്യനില എന്താണ്? ആശുപത്രിയിൽ എന്താണ് താങ്കൾക്ക് ലഭിച്ചിട്ടുള്ള വിവരം? അത് ഇച്ചിരി ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണുള്ളത്. ഇന്റേണൽ ബ്ലീഡിംഗ് ആണുള്ളത്. വീഴ്ചയുടെ ഭാഗമായിട്ട് സംഭവിച്ചിരിക്കാനാണ് സാധ്യത. എന്തായിരുന്നാലും അത് പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് എത്തി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കും. അത്